ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2026 എന്ന വർഷം എത്തിക്കഴിഞ്ഞു. ഈ വർഷത്തെ മേടരാശിയിൽപ്പെട്ട ആളുകളുടെ, അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ ഭാഗത്തിൽ പെടുന്ന ആളുകളുടെ 2026 രാശിഫലം നോക്കാം. 2026 എന്ന വർഷം നിങ്ങൾക്ക് തുടർച്ചയായ പുരോഗതിയുടെയും അംഗീകാരത്തിൻ്റെയും കാലഘട്ടമാണ്. കഠിനമായ അധ്വാനം ആവശ്യമാണെങ്കിലും ഈ വർഷം നിങ്ങൾക്ക് വളരെയധികം വിജയത്തിലേക്കുള്ള പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന വർഷമാണ്. ജോലിക്കാർക്ക് നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള അവസരങ്ങൾ വന്നു ചേരും. പലർക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ വർഷം ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള സമയം കൂടിയാണ് 2026. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ധൈര്യവും തീരുമാനമെടുക്കുവാനുള്ള കഴിവുമെല്ലാം വളരെയധികം പ്രധാനമാകും. വ്യവസായികളായ ആളുകൾക്ക് ലാഭത്തിനുള്ള അവസരങ്ങൾ വളരെയധികം വന്നു ചേരും. വർഷത്തിൻ്റെ മധ്യഭാഗം നിങ്ങൾക്ക് വളരെ ലാഭകരമായി അനുഭവപ്പെടുന്നതാണ്. മുതിർന്ന ആളുകളുടെ പിന്തുണ എല്ലാവിധ കാര്യങ്ങളിലും വന്നു ചേരും. നിങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്ന വർഷമാണ്. ഈ വർഷം നിങ്ങളുടെ കരിയറിൽ സ്ഥിരതയും ഭാവിക്കായുള്ള ശക്തമായ അടിത്തറ നൽകുവാനും സാധിക്കുന്നതാണ്. വർഷത്തിൻ്റെ മധ്യം വരെ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് വളരെ അധികം അംഗീകാരം വന്നു ചേരും. ഒരു വലിയ പ്രൊജക്റ്റിലോ പദ്ധതിയിലോ നിങ്ങളുടെ പങ്ക് നിർണായകമാകുന്നതാണ്. ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം വളരെയധികം അവസരങ്ങൾ നിറഞ്ഞതായിരിക്കും. എന്നാൽ തിരക്ക് പിടിച്ചുള്ള തീരുമാനങ്ങൾ നിങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ പ്രണയത്തിലും കുടുംബത്തിലും 2026 എന്ന വർഷം മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് വൈകാരികമായ സന്തുലിതാവസ്ഥയും ബന്ധങ്ങളിൽ ആഴവും നൽകുന്നതാണ്. പരസ്പര ധാരണയും ബഹുമാനവും വ്യക്തമായ ആശയവിനിമയവും ബന്ധങ്ങളിൽ വളരെ പ്രധാനമായിരിക്കും. ഈ വർഷം പ്രണയത്തിന് പുതിയ നിറം നൽകുവാൻ കഴിയുന്നതാണ്. പഴയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കുറയുകയും വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹിതരുടെ ബന്ധങ്ങളിൽ പക്വതയും യോജിപ്പും വന്നു ചേരും. ദൂരെ ഉള്ള ആളുകളോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുമായുള്ള നല്ല ബന്ധം പുലർത്തുവാൻ കഴിയുന്ന വർഷമാണ്. പ്രണയത്തിൽ ലളിതമായിരിക്കുക. പങ്കാളിയുടെ വികാരങ്ങൾക്ക് വില കൽപ്പിക്കുന്നതും ഗുണകരമാകും. നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും മധുരം വർദ്ധിക്കുകയും കുടുംബാംഗങ്ങൾക്കിടയിൽ നല്ല അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. ഈ വർഷം അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ യോഗമുണ്ട്. സാമ്പത്തികമായി 2026 മേടം രാശിക്കാർക്ക് വളരെയധികം വളർച്ച സമ്മാനിക്കും. വരുമാന സ്രോതസ്സുകളെല്ലാം സ്ഥിരമായിരിക്കുന്നതാണ്. സാവധാനത്തിൽ വരുമാനം വർദ്ധിക്കുകയും നിങ്ങളുടെ സമ്പാദ്യം കൂടുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായി പണം സൂക്ഷിക്കുന്നതിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. വർഷത്തിൻ്റെ തുടക്കത്തിൽ സ്ഥിരമായ വരുമാനം ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിക്ഷേപത്തിനും നല്ല സമ്പാദ്യത്തിനുമുള്ള സാധ്യതകൾ നൽകുന്നതാണ്. വ്യാപാരികളായ ആളുകൾക്ക് പുതിയ സാമ്പത്തിക കരാറുകൾ എടുക്കേണ്ടി വരും. ഏതെങ്കിലും വലിയ നിക്ഷേപം നടത്തുന്നതിന് മുമ്പായി ആലോചിക്കുകയും വിദഗ്ധമായ ഉപദേശം തേടുകയും ചെയ്യണം. അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുക വഴി ഭാവിയിൽ ശക്തമായ സാമ്പത്തിക അടിത്തറ നൽകുന്ന പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. സ്വത്ത് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് ലാഭം വളരെയധികം വന്നു ചേരും. കുടുംബത്തിന് വേണ്ടിയുള്ള ചിലവുകൾ ചിലപ്പോൾ വർദ്ധിക്കുവാനും ഇടയുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ പദ്ധതികളെ ബാധിക്കുന്ന കാര്യമല്ല. ഈ വർഷം നിങ്ങൾക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വവും മാനസികമായ സമാധാനവും നൽകുന്ന വർഷമാണ്. അപ്രതീക്ഷിതമായ പണം ലഭിക്കുവാനോ മുടങ്ങിയ പണം തിരികെ കിട്ടാനോ ഉള്ള ഭാഗ്യമുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വർഷ അവസാനത്തോടെ നിങ്ങൾക്ക് വളരെയധികം സമ്പാദ്യം നേടുവാൻ കഴിയുന്ന വർഷം കൂടിയാണ്. വ്യാപാരികളായ ആളുകൾക്ക് മത്സരം നിറഞ്ഞ ഒരു സാഹചര്യത്തിലും ലാഭം നേടുവാനുള്ള അവസരം വന്നു ചേരും. ഹ്രസ്വകാല നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് ഗുണകരം.
ആരോഗ്യപരമായ കാര്യങ്ങളിൽ 2026 മേടം രാശിക്കാരായ ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു വർഷം കൂടിയാണ്. ഈ വർഷം മുഴുവനും ശനി സംക്രമണം തുടരും. ശരീരത്തിന് ഊർജമുണ്ടാകുമെങ്കിലും അശ്രദ്ധ കാരണം ചില ആരോഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. സന്തുലിതമായ ജീവിതശൈലി പിന്തുടരുന്നത് വളരെയധികം ഗുണം ചെയ്യും. കാലാവസ്ഥ മാറുമ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും വർഷ അവസാനത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷീണം അല്ലെങ്കിൽ സമ്മർദ്ദം ഒഴിവാക്കുവാൻ വിശ്രമത്തിനും ജോലിക്കുമിടയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ഗുണകരമാകും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഈ 2026 എന്ന വർഷം അധ്വാനത്തിലൂടെ നേട്ടങ്ങൾ നേടുവാനുള്ള ഒരു വർഷമാണ്. പഠനത്തിൽ സ്ഥിരതയും പുരോഗതിയും ഉണ്ടാകും. ഗഹനമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്നതാണ്. വിഷയങ്ങളെല്ലാം തന്നെ ഗൗരവമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ അധ്വാനത്തിനുള്ള ഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശകരും അധ്യാപകരും പല രീതിയിലും നിങ്ങളെ പിന്തുണ ചെയ്യും. പുതിയ കോഴ്സുകൾ, ഭാഷകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പരിശീലനം നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് അതിനനുയോജ്യമായ സമയം കൂടിയാണ്. സമയത്തെ ശരിയായി ഉപയോഗിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ അടിസ്ഥാനമായ തറ പാകുവാൻ സാധിക്കുന്നതാണ്. ഈ വർഷം അറിവ് വർദ്ധിപ്പിക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഭാവിയുടെ ദിശ നിർണ്ണയിക്കുവാനും വളരെ നല്ല വർഷം കൂടിയാണ്. വർഷ അവസാനത്തോടെ പല വിദ്യാർത്ഥികൾക്കും പരീക്ഷാ ഫലങ്ങളുടെയും നേട്ടങ്ങളുടെയും രൂപത്തിൽ വലിയ വിജയം തന്നെ വന്നു ചേരും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അർഹമായ തൊഴിൽ അവസരങ്ങൾ കിട്ടുന്നതാണ്. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പുതിയ ഭൂമി വാങ്ങുകയും അതിൽ വീടെന്ന സ്വപ്നം നിങ്ങളുടെ യാഥാർത്ഥ്യമാകുകയും ചെയ്യുന്നതാണ്. ധനലാഭം, പുതുവസ്ത്രം എന്നിവ വന്നു ചേരും. വൈദ്യശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനുള്ള അവസരങ്ങൾ കിട്ടുന്നതാണ്. മാതാവിൽ നിന്നും മാതൃബന്ധുക്കളിൽ നിന്നും ധാരാളം സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ കാലമായി ജോലിയിൽ ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ഇതെല്ലാം മാറി നിങ്ങളുടെ ജോലിയിൽ സ്ഥിരതയും സാമ്പത്തികമായ ലാഭവും ഉണ്ടാകും. എവിടെയും മാന്യത, മനസ്സുഖം, സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. അതുപോലെ വളരെ കാലമായി പ്രേമിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പരസ്പര ധാരണയോടുകൂടി പിരിയുവാൻ തീരുമാനിക്കുകയോ അതുമല്ലെങ്കിൽ വിവാഹത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ രാശിയുടെ സാമാന്യ ഗ്രഹനിലയ്ക്കനുസൃതമായാണ് ഇവിടെ ഫലങ്ങൾ ഗണിച്ചിരിക്കുന്നത്. അതായത് ഓരോരുത്തരുടെയും കൃത്യമായ ജന്മഗ്രഹനിലയ്ക്കും ജന്മശിഷ്ടത്തിനും ദശ അപഹാര സമയത്തിനുമനുസരിച്ച് അനുഭവ യോഗത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതായത് ജന്മഗ്രഹനിലയ്ക്ക് പുറമെ പങ്കാളി, മാതാപിതാക്കൾ, കുട്ടികൾ എന്നിവരുടെ ജാതക ഫലം അനുസരിച്ചും ഈ പ്രവചനത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് ഏഴരശനി തുടങ്ങുന്നതിനാൽ ഈ വർഷം ഈശ്വരാധീനം വളരെയധികം അത്യാവശ്യമാണ്. ഞാൻ ഈ പറയുന്ന ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണഫലങ്ങൾ വർദ്ധിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ നീരാഞ്ജനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. വൈകുന്നേരം ഹനുമാൻ ചാലിസയോ അയ്യപ്പ സ്തുതികളോ ജപിക്കുക. പ്രായമായ ആളുകൾക്കോ രോഗികൾക്കോ വസ്ത്രമോ ആഹാരമോ ദാനം ചെയ്യുക. ഏഴര ശനിയുടെ കാഠിന്യം കുറയ്ക്കുവാൻ ഇത് ഉത്തമമാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. ദേഷ്യം കഴിവതും നിങ്ങളുടെ നിയന്ത്രിക്കേണ്ട കാലമാണ്. സഹോദരങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കുക. രാഹു കേതു ദോഷങ്ങൾ മാറുവാൻ ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുക. തടസ്സങ്ങളെല്ലാം മാറുവാൻ ഗണപതി ഹോമം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: പണം ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കുക. വിദേശ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. യാതൊരു കാരണവശാലും ജാമ്യം നിൽക്കരുത്. വലിയ തുകകൾ കടം കൊടുക്കുകയും ചെയ്യരുത്. ഒരാവേശത്തിൽ ജോലി രാജിവെക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് പ്രശ്നമായി മാറുന്ന കാലമാണ്.
ഗൃഹനിർമ്മാണം നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ ജൂൺ 2 മുതൽ ഒക്ടോബർ 30 വരെ വ്യാഴം 4-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ്. ആയതിനാൽ ഗൃഹനിർമ്മാണത്തിന് ഏറ്റവും ഉചിതമായ സമയമാണ് ജൂൺ 2 മുതൽ ഒക്ടോബർ 30 വരെയുള്ള സമയം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വർഷം തീർച്ചയായും 12-ാം ഭാവത്തിലെ ശനി വിദേശ യാത്രകളെയും ദൂരവാസത്തെയും ശക്തമായി അനുകൂലിക്കുന്ന വർഷമാണ്. ജോലി ആവശ്യത്തിനോ പഠനത്തിനോ വേണ്ടി വിദേശത്തേക്ക് പോകുവാൻ ഏറ്റവും നല്ല സമയമാണ് 2026. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.